ഹലോ, ഇന്ന് CDSൽ പോയപ്പോഴാണ് നമ്മുടെ കൃഷിഭവനിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും പച്ചക്കറി തൈകളൊക്കെ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സപ്പോട്ട മാവാണ് കിട്ടിയത്, അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് തക്കാളിയും വഴുതനയും പച്ചമുളകുമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പയർ വിത്തും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെറിയ കുഴികളാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിവളമായിട്ട് ആട്ടിൻ കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുള്ള ആദ്യത്തെ വഴുതനയാണ്. നിറയെ പുല്ലും പൊന്തേ കൈ വിട്ട് കിടക്കുന്ന മുറ്റം മുഴുവൻ. അപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങി അടിച്ചിട്ട് പുല്ലൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കുഴിയൊക്കെ എടുത്ത് നമ്മൾ അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് തൈകളൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുളകും വഴുതനയും തക്കാളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ പയറൊക്കെ നമ്മൾ കുത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സമയത്തേക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ചൊക്കെ പച്ചക്കറി പയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന തൈകളൊക്കെ നല്ല തൈകളാവും. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മരുന്നടിച്ച് കൊടുത്തപ്പോൾ ഒരുപാട് പൊന്ത പിടിച്ച് കിടന്നിരുന്നു കേട്ടോ. പുല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഇന്ന് കഞ്ഞിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കഞ്ഞിയും നല്ല തേങ്ങ ചമ്മന്തിയും ഒരു കടുമാങ്ങ അച്ചാറും പിന്നെ ഉരുളൻകിഴങ്ങ് വറുത്തതുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഈ ഫുഡ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.